ബ്രെയിനെ കൺട്രോൾ ചെയ്ത് നിങ്ങൾക്ക് കൂടുതൽ നേരം ഒരുപാട് നേരം ലൈംഗികത്തിൽ ഏർപ്പെടാൻ പറ്റും എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ? എങ്കിൽ അത് വിശ്വസിച്ചേ പറ്റൂ. കാരണം പെട്ടെന്ന് ഈ പോകുന്നത് ശരീര പ്രശ്നം മാത്രമായിട്ട് നിങ്ങളുടെ ബ്രെയിനിന്റെ കൂടുതൽ ഓവർ എക്സൈറ്റ്മെന്റ് കൂടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ഈ സമയത്ത് അവിടെ പോയി ഉപ്പ് പോവും വിചാരിച്ചാൽ അപ്പൊ പോകും. ഓക്കെ, ബ്രെയിനാണ് നിങ്ങളുടെ ലൈംഗികതയുടെ മെയിൻ പാർട്ട് ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ് ബ്രെയിനെ കൺട്രോൾ ചെയ്തിട്ട് നിങ്ങളുടെ വരുതിക്ക് വരുത്തുക നോക്കാം. ബ്രെയിനിന്റെ മോഡ് സ്ലോ മോഡാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കൂടുതൽ നേരം ലൈംഗികത്തിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റും. എങ്ങനെ? നിങ്ങൾ ഒബ്സർവർ മൈൻഡിലാണ് നിങ്ങൾ ലൈംഗികത്തിൽ ഏർപ്പെടുന്നെങ്കിൽ ഇപ്പം പോവോ, ഇത്ര നേരം ആകും, ഇങ്ങനെയുള്ള ഈ ഒബ്സർവർ മൈൻഡിലാണെങ്കിൽ ഉടനെ പോകുന്നതായിരിക്കും. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചൂട് ചായ എടുത്ത് കുടിക്കും, ഒറ്റ വഴി കുടിക്കും നമ്മള്, അത് പതിയെ ഓതി ലൈംഗികതയിലും അങ്ങനെയാണ്. പെട്ടെന്ന് സെൻസേഷനിലോട്ട് നിങ്ങൾക്ക് എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരും. എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ തിരമാല പോലെയാണെങ്കിൽ ഒരു തിരമാല വരുന്നതാണ് ഒരു എക്സൈറ്റ്മെന്റ് എങ്കിൽ, ക്ലൈമാക്സ് നിങ്ങൾ തുടക്കം ഒരു ഒന്നാണെങ്കിൽ ക്ലൈമാക്സ് എന്ന് പറഞ്ഞൊരു 10 തിരമാല ഇങ്ങനെ കേട്ടോ. 8-9 തിര വരുമ്പോഴത്തേക്കും കൺട്രോൾ പോയി കഴിയും, പെട്ടെന്ന് ക്ലൈമാക്സിലോട്ടേക്ക് പോകും. അപ്പോൾ ആ ഒരു കൺട്രോൾ നഷ്ടപ്പെടാം. അതായത് അറ്റ് ടൈമിൽ ആ സമയത്ത് ജീവിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റിയിരുന്നെങ്കിൽ, ഇപ്പൊ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണ്, ഇപ്പൊ നിങ്ങൾ ഉമ്മ കൊടുക്കണം, ആ ഒരു ഇതിലാണെങ്കിൽ വരാൻ പോകുന്ന കാര്യത്തെപ്പറ്റി എക്സൈറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അപ്പം തന്നെ പോകുന്നു. മനസ്സിലായില്ലേ? 7 ആകുമ്പോഴത്തേക്കും സ്ലോ ആക്കുക, നല്ല ഡീപ്പ് ബ്രീത്ത് എടുക്കുക, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന പ്രോസസ്സ് സ്ലോ ആക്കുക, കോൺസെൻട്രേഷൻ വേറൊന്നിലേക്ക് മാറ്റുക. ശ്വാസം എടുക്കണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ എക്സൈറ്റഡ് ആകുമ്പോൾ കൂടുതലായിട്ട് ശ്വാസം എടുത്തെടുത്ത് വരും അല്ലെ. അപ്പൊ അത് സ്ലോ ആക്കുമ്പോൾ ഒരു കാം മോഡിലേക്ക് പോകും. ഇപ്പൊ ആയില്ല, ക്ലൈമാക്സ് ആയില്ല എന്ന് ബ്രെയിന് മനസ്സിലാവും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 4 സെക്കൻഡ് ഡീപ് ബ്രീത്ത് എടുക്കുക. വിടേണ്ടതോ 6-8 സെക്കൻഡ് കൊണ്ട്. ആ സമയത്ത് നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് കാമാകാനും നിങ്ങൾക്ക് വളരെ പതിയെ ക്ലൈമാക്സ് കിട്ടാനും സഹായിക്കും. താമസം 6-8 സെക്കൻഡ് കൊണ്ട് ഇങ്ങനെ വിടുമ്പം ബ്രെയിന് മനസ്സിലാവും കാമാണ്, കുഴപ്പമില്ല, ക്ലൈമാക്സിന് ടൈം ആയില്ല. ഓക്കെ, ക്ലൈമാക്സിലോട്ട് വരുമ്പോൾ പിന്നെ ജനനേന്ദ്രിയത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ പോകും അല്ലെ, മറ്റു ഭാഗത്തൊന്നും നോക്കില്ല, ആ ഭാഗത്തേക്ക് മാത്രം തന്നെ കോൺസെൻട്രേഷൻ പോകും. അവിടെയാണ് തെറ്റുപറ്റുന്നത്. സമയത്ത് എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ വരും എന്നുള്ളൊരു തോന്നൽ വരുമ്പോഴത്തേക്ക് നിങ്ങൾ ശ്രദ്ധ മാറ്റണം. ഒന്നെങ്കിൽ പങ്കാളിന്റെ നെറ്റിയിലോട്ട് നോക്കുക, ശ്വാസം എടുക്കുന്നത് ശ്രദ്ധിക്കുക, അല്ലെ ഹൃദയമെടുപ്പ് ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഒരു തോട്ട് മാറ്റം വരുമ്പോൾ സെൻസേഷൻ കുറയ്ക്കും. അതായത് നിങ്ങളുടെ സ്വകാര്യ ഭാഗത്തേക്കുള്ള സെൻസേഷൻ കുറയ്ക്കും. അത് താമസിക്കാനും കാരണമാകും. മെയിൻ പോയിന്റ് ഇപ്പൊ വരരുത്, കൺട്രോൾ പോകരുത്, ഇപ്പൊ പോകരുത് എന്ന് പറയില്ലേ, അങ്ങനെ ബ്രെയിന് കൊടുത്തിട്ട് അപ്പൊ പോകും. ബ്രെയിന് ടെൻഷൻ കൊടുക്കരുത്. നിങ്ങൾ എന്താണോ അപ്പൊ ചെയ്യുന്നത് അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഒരു നീണ്ടിരിക്കണം, കുറെ നേരം വേണം. ആ ഒരു തോട്ടം ഉണ്ടെങ്കിൽ തന്നെ പോയത് മെയിൻ പോയിന്റ് ആട്ടോ. ഒരു പ്രഷർ നിങ്ങളുടെ പോയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളുടെ ടൈമിങ് കൂടും. കാരണം ആ പ്രസന്റ് മൊമെന്റ് നിങ്ങൾ എന്താണ് എൻജോയ് ചെയ്യുന്നത്. ചിലപ്പോൾ ഉമ്മോടൊക്കെ ആയിരിക്കും, ചിലപ്പോൾ വെറുതെ ആയിരിക്കും. അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുക, അല്ലാണ്ട് ലാസ്റ്റത്തെ അതിനു വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യരുത്. ഇനി നമ്മൾ ഈ ജോ ലൈന് ടൈറ്റ് ആക്കരുത്. ഇതും പെൽവിക്കും തമ്മിൽ ബന്ധമുണ്ട്. കാരണം ഇവിടെ ടൈറ്റ് ആക്കുമ്പോൾ പെൽവിക് മസിലും ടൈറ്റ് ആകും. ഈ ഭാഗം ഇങ്ങനെ ടൈറ്റ് ആക്കുമ്പോൾ അങ്ങ് ലൂസ് ആക്കി വിടാം. നാവ് മുകളിലാക്കാതെ നാവ് താത്തി അങ്ങനെ ആ ഭാഗത്തേക്ക് വിടാം, മുകളിലേക്ക് വെക്കണ്ട. അതുപോലത്തെ ഈ ഷോൾഡർ ഇച്ചിരി റിലാക്സ് ആക്കും. അപ്പത്തേക്കും ആ ഒരു പ്രശ്നവും മാറും. ഇവിടെ ടൈറ്റാക്കി പിടിക്കരുത്. ബ്രെയിനും ബോഡിയും റിലാക്സ്ഡ് ആകുമ്പോൾ എന്താകും? ഡിലേ ആകും. ഒരു ദിവസം നിങ്ങൾ കിടക്കുന്നതിന് മുമ്പൊക്കെ ഒന്ന് റിലാക്സ് ആയിട്ട് ഈ യൂട്യൂബിലൊക്കെ കുറെ റിലാക്സിങ് മെഡിറ്റേഷൻ ഒക്കെ കിട്ടും. നല്ല ഡീപ് ബ്രീത്ത് ഒക്കെ വിടാനും നമ്മൾ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും മനസ്സിലാക്കി അങ്ങോട്ടൊക്കെ എനർജിയൊക്കെ പാസ് ചെയ്തൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പങ്കാളിക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൊടുക്കാനും നിങ്ങളുടെ ആങ്സൈറ്റി സ്ട്രെസ് ഒക്കെ മാറ്റാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞുതരാവേ, ഈ യോഗനിദ്ര മെഡിറ്റേഷൻ നിങ്ങൾ നോക്കുക യൂട്യൂബില്. അതിലൊരു ഗൈഡഡ് മെഡിറ്റേഷൻ ഉണ്ട്, ശ്രീ ഈശ്വരൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള. അത് ഇംഗ്ലീഷിലുണ്ട്, മലയാളത്തിലുണ്ട്. അത് ചെയ്താൽ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് എഫക്റ്റീവ് ആയിരിക്കും ആ ഒരു മെഡിറ്റേഷൻ. യോഗയായിട്ടൊക്കെ ബന്ധപ്പെട്ട ബോഡിയും മൈൻഡും ഒക്കെ റിലാക്സ് ആക്കാൻ കഴിയുന്ന വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഹെർബ്സും ഉണ്ട്. അതാണ് ഹെൽത്തും വൈറ്റാലിറ്റിയും ഒക്കെ കൂട്ടാൻ പറ്റുന്ന ഒന്നാണ് മാൻഷുവിന്റെ പ്രൊലോങ് സപ്ലിമെന്റ്. നിങ്ങളുടെ മനസ്സിൽ ഭയങ്കര ആങ്സൈറ്റി ഒക്കെ ഉള്ളവർക്ക് അതൊക്കെ ഒന്ന് ക്യൂർ ആക്കാനും സ്ട്രെസ്സൊക്കെ കുറയ്ക്കാനും നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ കൂട്ടാനും കൂടുതൽ നേരമൊക്കെ ലൈംഗികത്തിൽ ഏർപ്പെടാനും സഹായിക്കുന്നുണ്ട്. ഇതാട്ടോ, ഇത് നിങ്ങൾക്ക് കൂടുതൽ നേരം പെട്ടെന്ന് ശുക്ലം പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, അവർക്ക് വളരെ നന്നായിട്ട് എഫക്റ്റീവ് ആയിട്ടുള്ള കേട്ടോ ഇത്. അശ്വഗന്ധ, സേഫ് മുസ്ലി, ലങ്, ജിൻസെങ് ഇതുപോലുള്ള ഒരുപാട് ഇൻഗ്രീഡിയന്റ് അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. അടങ്ങിയിരിക്കുന്ന അശ്വഗന്ധ നിങ്ങളുടെ സ്ട്രെസ് ഒക്കെ കുറയ്ക്കാൻ വേണ്ടി നല്ല കാമാക്കാനും കൂടുതൽ നേരം ലൈംഗികത്തിൽ ഏർപ്പെടാനും ഒക്കെ സഹായിക്കും.
ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു വെൽനസ് പ്രൊഡക്റ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ഇത് 2 നേരം കഴിക്കാവുന്നതാണ്, രാവിലെയും രാത്രിയും. പിന്നെ ഇത് 2-3 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നതിനുള്ള ബെസ്റ്റ് റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യുക. അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുപോലെ ഫസ്റ്റ് കമന്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്തായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്. നെക്സ്റ്റ് ടൈം വിത്ത് ബൈ.